വെട്ടമായത് അത്ര വെട്ടമൊന്നും വേണ്ട അല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നതല്ലോ അല്ലേ? അപ്പം നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇത്. പെട്ടെന്ന് ഒരു ലോങ് വീഡിയോ ഇട്ടതൊന്നുമല്ല, ഒരു ഇടാൻ തോന്നി അങ്ങ് എടുത്തിട്ട് അത്രേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ഞാൻ വീഡിയോ എല്ലാം തുടങ്ങിയത് ഈ അടുക്കളയിൽ നിന്നാണ്. ആണല്ലോ അല്ലേ? അതെ, അടുക്കള എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കള നമ്മുടെ എല്ലാമാണ് അല്ലേ? അതെ, നമ്മൾ നിൽക്കുന്ന സ്ഥലം വൃത്തിയാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഉത്തരവാദിത്തം. ഞാൻ വീഡിയോ തുടങ്ങി അന്ന് തൊട്ട് വീഡിയോ ഇടുന്നത് ഇവിടെ നിന്നാണ്. കൂടുതലും എല്ലായിട്ടുള്ള ഇവിടെ നിന്നാണ്. കാരണം നമ്മൾ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ആണല്ലോ. അപ്പം നമ്മൾ നമ്മുടെ അടുക്കള, അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ ഈ കരി പിടിച്ചെടുത്തുനിന്നാണ് ഞാൻ വീഡിയോ ഇടുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലം അപ്പം നമ്മൾ വൃത്തിയാക്കണം. അതായത് നമ്മൾ നിൽക്കുന്ന ഇടമെങ്കിലും നമ്മൾ ശുചിമുറിയെ കൊണ്ട് നടക്കണം. ശുചിമുറി എന്ന് പറഞ്ഞാൽ മറ്റേ ബാത്റൂമാണോ? ശുചി എന്ന് പറഞ്ഞാൽ വൃത്തിയാണല്ലോ. വൃത്തിമുറി എന്നാണല്ലോ ശുചിമുറി എന്ന് പറയുമ്പം വരിക. അതെ, നമുക്ക് ഈ റൂം മീൻസ് ഈ അടുക്കള നമുക്കൊന്ന് ശുചിമുറിയാക്കാം. അപ്പം നമുക്ക് ഇപ്പം ഇവിടുത്തെ കറക്റ്റ് ഒന്നും കാണുന്നില്ലോ. നമുക്ക് ക്യാമറയിലോട്ട് തന്നെ നോക്കണം, മുഖത്തോട്ടൊന്നും നോക്കാൻ പറ്റില്ല. തിരിയൊന്നുമില്ല ഞാൻ എന്താ കാണിക്കണമെന്ന്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ കറക്റ്റ് അവസ്ഥ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടോ? അമ്മേ, എന്തോ ഇത് പെട്ടെന്ന് കോഴിക്കോട് തന്നെ വരുന്നു. ഓക്കെ, അപ്പം ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ കറക്റ്റ് അവസ്ഥ വന്നിട്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? ഈ കരി പിടിച്ച സ്ഥലമാണ് നമ്മളിപ്പോൾ ഇന്ന് വെളുപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മളൊരു പെയിൻറ്റർ ആവാൻ പോവാണ്. ഓക്കെ, അയ്യോ ഇത് ഞാനിത് എവിടെയാണ് നോക്കുന്നത്? കണ്ണും കാണുന്നില്ല. ഈ വെട്ടെല്ലാം അടിച്ചിട്ട് നമ്മളൊരു പ്രോ യൂട്യൂബർ അല്ലല്ലോ, നമ്മൾ തുടങ്ങി വെച്ചതല്ലല്ലോ. നമുക്ക് പയ്യെ പ്രോ ആവാം. പഠിച്ചോ, എൻ്റെ കണ്ണെല്ലാം അടിച്ചു പോകുന്നത്. വെട്ടം കൊണ്ടില്ല, നമ്മൾ ക്യാമറയെ തന്നെ നോക്കി നിൽക്കണം. കാരണം നമ്മൾ നോക്കുന്ന ഡയറക്ഷനിലല്ല നമ്മുടെ കണ്ണ് പോകുന്ന ഡയറക്ഷനിലല്ല. സംഗതി മനസ്സിലായല്ലോ. അപ്പം ഞാൻ നിങ്ങൾക്ക് നിലവിലെ കറക്റ്റ് അവസ്ഥ ഞാൻ കാണിച്ചു തരാം. നമ്മൾ എങ്ങനെയാണ് വെളുപ്പിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് ഇപ്പം നമ്മുടെ കറക്റ്റ് അവസ്ഥ എന്ന് പറഞ്ഞാൽ പുളിയെല്ലാമായിട്ട് ഉണങ്ങി കരിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ അടുക്കള നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങോട്ട് വെളുപ്പിക്കാം. ഓക്കെ, ഞാനാണല്ലോ വെളുത്ത് വരുന്നത്. ആക്ച്വലി വെട്ടം തന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓടി അങ്ങ് പോകും. ഞാനൊന്നും കൂട്ടണില്ല കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇതെന്താ ഫോണൊക്കെ ചെരിഞ്ഞിരിക്കണേ? അയ്യോ, ഇതൊരു അവസ്ഥയാണ് നോക്കണേ. അപ്പം നമ്മൾ നിൽക്കുന്ന നമ്മുടെ അടുക്കള നമുക്ക് ഒന്ന് പെയിൻ്റ് അടിക്കാം. ഓക്കെ, അങ്ങനെ നമ്മളൊരു പെയിൻ്ററായി മാറാൻ പോവുകയാണ് കുറച്ച് നിമിഷത്തേക്കെങ്കിലും. ഓക്കെ, അപ്പം നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് അടിച്ച് തളിച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കി നമുക്ക് ഫുൾ റെഡിയാക്കാം. ഓക്കെ, നമുക്ക് ആദ്യം നമ്മുടെ ഈ പൊട്ടിയും പാട്ടൊക്കെ ഇവിടെ നിർത്തി മാറ്റാം. ഓക്കെ, നന്നായി നമുക്ക് അങ്ങോട്ട് ക്ലീനാക്കാം. അവിടുത്തെ ചരവ് ഷൂല് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എന്തിനാ ഇവിടെ വന്നിരിക്കണേ? ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, മണ്ടയിൽ കയറിയാലോ? എന്നെ കാണുന്നുണ്ടോ നിങ്ങൾ? ഇല്ലേ? കുറച്ചുകൂടി അടുത്ത് വെക്കാം ഞാൻ. ഇപ്പോൾ എന്നെ കാണുന്നു. ക്ലിയർ ഉണ്ടോ? എന്നാ വെച്ചേ ഇവിടെ ഇത് മൊത്തത്തിൽ അടിച്ചടിച്ചില്ല എന്നുണ്ടെങ്കിൽ എടുത്ത പെയിന്റ് അടിക്കുമ്പോൾ ഉള്ള ശുക്രവാരയിലും പൊടിയിലൊക്കെ ആയിരിക്കും പെയിന്റ് അടിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പെയിന്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പെയിന്റ്. ഓക്കെ, നമുക്ക് തുറന്നു നോക്കാം ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. കട്ട പിടിച്ചിനോന്ന് അറിയില്ല, നോക്കാം. അപ്പം ഇത് ഇപ്പം ഇരിക്കാനൊക്കെ സെൽഫിക്കും കൊള്ളാലോ. അപ്പം നമുക്കിത് കട്ട പിടിച്ചോന്ന് നോക്കാം. ഓക്കെ, പറഞ്ഞാൽ ഗായ്സ് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ടൈറ്റാ, വർഷങ്ങൾ പഴക്കമുള്ളതാ. കുറേ നാളായി ഈ സാധനം തവളയൊക്കെ ഇരിക്കുന്ന പോലെ ഉണ്ടല്ലേ. കുറേ നാളായി ഈ സാധനം നമ്മൾ തുറന്നിട്ട്. വർഷങ്ങൾ മുമ്പ് ഈ വീട് പെയിൻ്റ് അടിക്കാൻ എടുത്ത പെയിൻ്റാണ്. നമുക്ക് തുറന്നു നോക്കാം. ഭയങ്കര ടൈറ്റാ. കട്ട പിടിച്ചിട്ടില്ല. നിലവിൽ കട്ട പിടിച്ചിട്ടില്ല. ഇനി എന്നാലും കട്ട പിടിച്ച് കാണാം. ചെറുക്കളയാണ് നല്ലത്.
കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്, കാരണം കൊള്ളങ്ങായി ഇത് പുറത്തെടുത്തിട്ട്. കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് നോക്കിയതോ. എന്നെ കാണുന്നില്ല, നിങ്ങൾ ഈ കല മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ മതി. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കുഴപ്പമില്ല, സെറ്റാണ്. നല്ല നല്ല വെള്ളം പോലെ എന്നെ കാണുന്നില്ല, നല്ല വെള്ളം പോലെ കിടക്കുന്നുണ്ട്. കുഴപ്പമില്ല. നമുക്കിനി ഇത് പെയിൻറ്റ് അടിക്കാം. അങ്ങനെ നമ്മുടെ പെയിൻറ്റ് അടിക്കാനുള്ള സ്കില്ലെല്ലാം കണ്ടിട്ട് വീട്ടുകാരെല്ലാം അങ്ങോട്ട് ഞെട്ടി തരികട്ടെ. ഓക്കെ, നമുക്ക് പോയിട്ട് പെയിൻറ്റ് അടിക്കാം. അയ്യോ പറയാൻ വന്നത്, ഞാൻ ഈ കടാ എൻ്റെ മണ്ടയിരിക്കുന്ന ചുക്രുകളെല്ലാം അടിച്ച് തളിച്ച് ഫുള്ള് ക്ലീനാക്കി വൃത്തിയാക്കി ഈടെല്ലാം പെട്ടിയും പാട്ടയെല്ലാം എടുത്ത് ഞാൻ മൊത്തം മാറ്റി സൈഡിലാക്കി വെച്ച് ആ പുറത്ത് ഏടിയോ കിടന്ന് ഉണങ്ങി പിടിച്ചിരിക്കുന്ന പെയിൻറ്റും എടുത്ത് ഈ പെരക്കകത്ത് അകത്ത് അടുക്കളയെ കൊണ്ട് വെച്ച് അത് തുറന്ന് മൊത്തം ഇളക്കി പെറുക്കി ഞാൻ ഫുള്ള് ഇവിടെ അടിക്കാനുള്ള എല്ലാം സെറ്റപ്പാക്കി എല്ലാം റെഡിയാക്കി നോക്കിയപ്പം സാധനമില്ല. മറ്റേ നമ്മുടെ സാധനമില്ലേ, നമ്മൾ പെയിൻ്റ് അടിക്കുന്ന ബ്രഷില്ല. ഇനിയിപ്പം ബ്രഷ് മേടിച്ചിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കാം കേട്ടോ.